അമ്മായിയമ്മയും മരുമകളും എപ്പോഴും അടി ഉണ്ടാക്കണമെന്നില്ല. ചില സമയത്ത് അവർ രഹസ്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. എന്നാൽ നമുക്ക് വായിക്കാം. മാഡം, എൻ്റെ പേര് ജിസ. എൻ്റെ കല്യാണം ഇത്തിരി താമസിച്ചാണ് കഴിഞ്ഞത്. ഒരു 30 വയസ്സിൽ. അത്രയും നാളും ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുകയായിരുന്നു. പല കാരണങ്ങളുണ്ട് എൻ്റെ വിവാഹം നടക്കാത്തതിന്. അതിൽ ഒരു കാരണം എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. പിന്നെ വീട്ടിൽ ഒത്തിരി പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു. കുറേ കടങ്ങളൊക്കെ വീട്ടാനുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഇത്തിരി വിവാഹം താമസിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒന്ന് സെറ്റിൽഡായിട്ട് മതി കല്യാണം എന്നുള്ളത് ഒരു പ്രശ്നവുമില്ലാത്ത ഫാമിലിയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് കുറച്ച് നീണ്ടുപോയാലും എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. ദൈവമേ, പ്രായം കൂടുന്തോറും നല്ലൊരാളെ കിട്ടുമോ? ഇപ്പോഴത്തെ കാലത്ത് ഒരു 30 വയസ്സിന് താഴെ സൗന്ദര്യമുള്ള ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അവളാണെങ്കിൽ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു. എടി, പ്രായം കൂടുന്തോറുമില്ലേ ചെറുപ്പക്കാരായ ഭർത്താക്കന്മാരെ, സൗന്ദര്യമുള്ള ഭർത്താക്കന്മാരെ കിട്ടാനുള്ള സാധ്യത കുറയുമെന്നും. എന്തായാലും വീട്ടിലെ കടമൊക്കെ ഒരുമാതിരി ശരിയായി. അപ്പോഴാണ് എനിക്കൊരു ആലോചന വന്നത്. ചെക്കന് നല്ലൊരു ജോലിയുണ്ട്. അദ്ദേഹത്തിന് 35 വയസ്സുണ്ട്. എന്തായാലും പക്വത വന്ന പ്രായമാണല്ലോ. ഇനിയിപ്പോൾ കൂടുതൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ചെക്കൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു പോയതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മായിമ്മയും തീരെ ചെറുപ്പമാണ്. എൻ്റെ അടുത്ത് വന്ന് അവർ സംസാരിച്ചപ്പോൾ നല്ല സ്നേഹം തോന്നി. പിന്നെ മുന്നും പിന്നെ നോക്കിയില്ല. ഞങ്ങളുടെ കല്യാണം അങ്ങ് കഴിഞ്ഞു. പല സ്വപ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരു അലകുലത്തിനും പോകാതെ വളർന്ന ഒരു പെണ്ണാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഞാൻ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷേ കല്യാണം നീണ്ടു പോയി കഴിഞ്ഞപ്പോഴേക്കും അത് സ്വപ്നങ്ങളായി അവശേഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എന്തെങ്കിലും കല്യാണം നടക്കുമ്പോഴേക്കും എനിക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഓ എടി, ഇത്രയും പ്രായമായില്ലേ? എടി, 30 വയസ്സൊക്കെ പ്രായമാണോ? നിൻ്റെ ഭർത്താവിന് 35 35 ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോഴേക്കും യുവരക്തമല്ല എന്നാണ് അവൾ പറഞ്ഞത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓ, ചിലപ്പോൾ നീ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല മോളെ. വളരെ തണുത്തുറഞ്ഞൊരവസ്ഥയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പോടി, 35 വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും ആണുങ്ങൾക്ക് നല്ല ഉശിരുള്ള സമയമാണ്. അതൊക്കെ പറഞ്ഞങ്ങോട്ട് ചെല്ലേ, കാണാൻ കൊള്ളാന്നേ ഉള്ളൂ. അങ്ങേരെ ഒരു സോഫ്റ്റായിട്ടുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എടി, നീ എന്നെ പേടിപ്പിക്കുകയാണോ? എൻ്റെ കല്യാണം 25 വയസ്സിൽ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇതിപ്പം ഒത്തിരി ലേറ്റായില്ലയോ? നിനക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ നീ സംതൃപ്തിപ്പെടണേ മോളെ. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞു. ഷോ, ഇവള് പറഞ്ഞത് കറക്റ്റാണോ? എനിക്കറിയില്ല. ഞാൻ ഒത്തിരി ആശങ്കകളോടുകൂടിയാണ് എൻ്റെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചത്. ഹസ്ബൻഡാണെങ്കിൽ അന്ന് നല്ല ക്ഷീണമില്ലേ, നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞു. ഷോ, എനിക്കാകെ സംഭ്രമമായി. ഇങ്ങേർക്ക് ആവേശമൊന്നുമില്ലാത്ത ഒരു ടൈപ്പാണോ? എനിക്കാണെങ്കിൽ ഒന്ന് പറയാനും വയ്യ. എൻ്റെ കൂട്ടുകാരിയോട് പിറ്റേ ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ആവശ്യമില്ലാതെ നീ ആവേശം കാണിക്കരുത്. ഇത്രയും പ്രായമായിട്ടും നീ ഇങ്ങനെ വെറുതെ നിന്നു. എന്നാൽ ജോലിക്കും പോകുന്നുണ്ട്. നിനക്ക് മറ്റു ബന്ധങ്ങൾ കാണും. നീ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പുള്ളി വിചാരിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും ആവേശം കാണിക്കരുത്. നീ ഒരു കഞ്ഞിപ്പെണ്ണാണെന്ന് എനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കി. ഞാൻ ഓർത്തു, ഒന്നും ചോദിക്കാൻ പോണ്ട. പുള്ളി ഇങ്ങോട്ട് വരുമ്പോഴില്ലേ ഞാൻ നാണം ഭാവിച്ച് നിൽക്കാം. അല്ല, ഭാവിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും പ്രശ്നങ്ങൾ എനിക്കുണ്ടാകും ആദ്യം എന്നുള്ളത് എനിക്കറിയാം. കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ചിന്തകളിലല്ലാതെ പ്രവൃത്തിയിൽ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ അസലൊരു സർട്ടിഫൈഡ് കഞ്ഞിപ്പെണ്ണാണ് എന്നുള്ളത് കറക്റ്റാണ്. പിന്നെ 2ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും തണുപ്പൻ മട്ടിലുള്ള ചില പോപ്പോയൊക്കെ ഇങ്ങനെ എന്നാ ഉണരുക? ഈ അടുത്ത കാലത്തെങ്ങൊന്നും നടക്കില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അമ്മായിമ്മയാണെങ്കിൽ ആദ്യം തൊട്ട് എന്നോട് നല്ല ജോളിയാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നോട് ചോദിച്ചു, അല്ല, നീ ആവശ്യമില്ലാതെ കുറേ നേരം കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, എന്താ അമ്മേ, ഞാൻ നേരത്തെ എഴുന്നേക്കണോ? അപ്പം അമ്മ എന്നെ നുള്ളി. അങ്ങനെയല്ലടി, ഉറക്കക്ഷീണമൊന്നും നിനക്ക് കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് കൂർക്കം വലിച്ചുറങ്ങുകയാണെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ചിരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ നടക്കുന്നത്? ഞാൻ പക്ഷേ അന്ന് രാത്രി ഹസ്ബൻഡിനോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ചോദിച്ചെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ തുടങ്ങണ്ടേ ചേട്ടാ, നമ്മൾ അതിനല്ലേ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. ആ മോളെ, നിന്നോട് ഞാൻ അനുവാദം ചോദിക്കാൻ
കാത്തിരിക്കുകയായിരുന്നു. ചേട്ടനത് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും എനിക്ക് ചെറിയൊരു സമ്മർദ്ദമുണ്ട്. ഞാൻ ഹോസ്റ്റലൊക്കെ നിന്നാണ് പഠിച്ചത്. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, അസാമാന്യമായ ചില കാര്യങ്ങൾ എനിക്കുണ്ട്, നീ കിട്ടുന്ന പെണ്ണ് ബുദ്ധിമുട്ടുവെന്നും. അത് കേട്ടപ്പോൾ എനിക്കൊരു പേടിയായി. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ആദ്യം നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടൊന്ന് പരിധി നോക്കിയെങ്കിലല്ലേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് തുടക്കമിടാം, നാളെ നമുക്ക് ഓക്കെ എന്നും. അങ്ങനെ എല്ലാം ഒന്ന് തുടക്കമിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒത്തിരി നാളെടുക്കുമെങ്കിലും ഉപരിപ്ലവമായി ഒന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കൊള്ളാം, ഹസ്ബൻഡും എന്നെ അഭിനന്ദിച്ചു. നോക്കിക്കഴിയുമ്പോഴേക്കും നീ ഒരു ഉഗ്രൻ ആണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ചില വാക്കുകളും പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യേ, നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ ഏത് വാക്കാണ് ഞാൻ പറയേണ്ടത്? ഇങ്ങനെയുള്ള വാക്കല്ലാതെ വേറെ ഞാൻ പുണ്യപുരാണമായ വല്ല കാര്യങ്ങളും പറയണോ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ നാണം വന്നു. നാളെയാണെന്ന് പുള്ളി പറഞ്ഞു. എന്താ ഇതം? ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണോ നിന്നെ കല്യാണം കഴിച്ചത്? മോളെ, ഇന്ന് രാത്രി നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. നാളെയും കാണും, മറ്റന്നാളും കാണും. 3-4 ദിവസം കഴിയുമ്പോഴേക്കും ക്ലിയർ ആകുപടി. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഈ ബുദ്ധിമുട്ട് നീ ഇന്ന് സഹിക്കണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടതും പിന്നെ ഹസ്ബൻഡ് കൂട്ടുകാരെ പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥ സംഭവങ്ങളിലേക്ക് കടക്കുമ്പോഴേക്കും വലിയ ദുർഘടമായ പാത താണ്ടിപ്പോണമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഹസ്ബൻഡിനെ ആവശ്യത്തിലധികം പ്രോത്സാഹിപ്പിച്ചു. ഒരു പ്രശ്നമില്ല, എനിക്ക് ഓക്കെ ആണെന്ന്. പക്ഷേ പറയുന്ന പോലെ ആയിരുന്നില്ല. എല്ലാവരും കഥകളിലും രസകരമായി വിവരിക്കും, പക്ഷേ എനിക്കൊട്ടും രസകരമായിട്ടുള്ള അനുഭവമായിരുന്നില്ല. കഠിനമായ ഒരു യാത്ര തന്നെയായിരുന്നു. എങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത് സഹിക്കും. ഇന്ന്, നാളെ, മറ്റന്നാൾ 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഒരു പ്രശ്നവും കാണില്ല എന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞില്ലേ, അത് ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ലേ, 2-ാമത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്കങ്ങ് ഓക്കെ ആയി. പക്ഷെ ആദ്യത്തെ ദിവസം അതെനിക്ക് വലിയൊരു പരീക്ഷണമായിരുന്നു. ഇടുങ്ങിയ വഴിയിൽ കൂടി ഒട്ടകം കടക്കുന്നത് പോലെയായിരുന്നു. എന്നാലും 2-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ കാത്തിരിക്കുന്ന രീതിയിലേക്ക് വന്നു. ഇത്തിരി ലേറ്റായിട്ട് ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ ഭർത്താവിനും ഇത്തിരി പിടിപ്പുകളുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും ഉത്സാഹമായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ശരിയായി. ഇനിയിപ്പോൾ എക്സ്പ്രസ് ഹൈവേ തന്നെ കുതിച്ചു പായുക. ഞാൻ എൻ്റെ കൂട്ടുകാരോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അതാണ് ജീവിതം, അങ്ങനെ വേണം. ഇനിയിപ്പോൾ നീ ഒരിക്കലും ഒന്നിലൊരു കുറവ് അദ്ദേഹത്തിന് വരുത്തരുത്. ഭർത്താവിനെ നന്നായി സ്നേഹിക്കണം. ഞാൻ ഒരു സത്യം പറയണേ മോളെ, ശരിക്കും പെണ്ണുങ്ങളല്ലേ ആണുങ്ങളെ അല്ല സ്നേഹിക്കുന്നത്. നീ എന്താ പറഞ്ഞത്? ഭർത്താക്കന്മാരെ അല്ല സ്നേഹിക്കുന്നത്, അവർ സ്നേഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ആ പേരെൻ്റെ കാതിൽ പറഞ്ഞു. ഒന്ന് പോടി, അങ്ങനൊന്നും പറയരുത്. ആണടി മോളെ, ശരിക്കും പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നത് അതാണ്. പക്ഷേ പൊതുവെ പറയുമ്പോൾ പറയും ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കുന്നു, ആണുങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. അങ്ങനെയല്ല. ശരിയാണ്, ശില്പിയെയും ശില്പിയുടെ ഉളിയെയും നമ്മൾ സ്നേഹിക്കണമല്ലോ. പിന്നെ നോക്കുമ്പോൾ എത്ര കഴിവുണ്ടെങ്കിലും ഉളി മൂർച്ചയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ശില്പം ഒരിക്കലും ഉണ്ടാകില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അവൾ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് സ്നേഹം വർദ്ധിച്ചതേ ഉള്ളൂ. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവിടെ നോക്കിയിട്ട് നല്ലൊരു വീട് കിട്ടിയില്ല. അതുമാത്രമല്ല, അമ്മായിമ്മ ഓരോ തടസ്സങ്ങൾ പറയാൻ തുടങ്ങി. അവളെ നീയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? തന്നെ ഞാൻ താമസിക്കണോ? നിനക്കും 2 ആഴ്ച കുഴിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നുകൂടെ? ഇത്രയ്ക്കിത്ര ദൂരമല്ലേ ഉള്ളൂ, 5-6 മണിക്കൂർ. ഏത് പാതിരാത്രി ട്രെയിനോ ബസ്സിനോ വന്നാലും നടന്നു വരാവുന്ന ദൂരമുള്ളൂ. പിന്നെ എന്തിനാടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിന്നെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ഞാനും നിന്നെപ്പോലെ തന്നെയാണ്. ജീവിതത്തിൽ അനുഭവങ്ങളില്ലായിരുന്നപ്പോൾ ഇപ്പോൾ കിട്ടിയ പെരുമഴ ഒരിക്കലും നിർത്തരുത് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആളാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു, സാരമില്ല, അമ്മയ്ക്ക് കൂട്ടി ഞാനിരുന്നോളാം. എൻ്റെ അമ്മായിമ്മ എന്നോട് നല്ല സ്നേഹമുള്ള ആളാണ്. അവരെ നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയും നോക്കേണ്ടത്? ഇടി, അമ്മയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല, അമ്മയ്ക്ക് നല്ല ധൈര്യമുണ്ട്. അച്ഛൻ മരിച്ചിട്ട് എത്രയോ കാലമായി. ഞാൻ പറഞ്ഞു, സാരമില്ല, അമ്മയ്ക്കൊരു കൂട്ട്, ഒരു കുഴപ്പമില്ല, ആഴ്ചയിലോ 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ വന്നാൽ മതിയെന്നും. പക്ഷേ എൻ്റെ ഭർത്താവ് കറക്റ്റായിട്ട് വരുമായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസത്തെ ലീവും കൂടി എക്സ്ട്രാ എടുക്കും. വരുമ്പോഴേ എന്നോട് വിളിച്ച് പറയും, പൂമുറ്റം
മെഴുകിയിട്ടേക്കണം, അത്തപ്പൂക്കൾ ഇടേണ്ടതാണെന്ന്. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ വരുന്നെന്നറിഞ്ഞപ്പോഴേ ഞാൻ മെഴുകിയിട്ടേക്കാണ്, ഇന്ന് തിരുവോണം എന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അമ്മായിയമ്മയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. നല്ല സ്നേഹത്തിലിരിക്കണം ഹസ്ബൻഡിനോട്, ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മായിമ്മ പറയും. ഇതിനിടയ്ക്ക് പള്ളിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ മാർഗംകളി കളിക്കണമെന്ന് അമ്മായിമ്മയോട് ചിലർ ആവശ്യപ്പെട്ടു. അമ്മായിമ്മയ്ക്ക് പണ്ടറിയാം. ഞാൻ പറഞ്ഞു, അമ്മ അമ്മ കളിക്ക്, അമ്മയ്ക്ക് നല്ല റിലാക്സേഷൻ ആകും, അമ്മയോട് വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞു. എടി ഞാൻ കളിച്ചാൽ ശരിയാകുമോ? ഞാൻ പറഞ്ഞു, അമ്മ കളിച്ചാൽ ശരിയാകും, അമ്മ ഒരു സുന്ദരിയല്ലേ, പോയി കളിക്ക് എന്ന് പറഞ്ഞ് ഞാനാണ് ഉന്തിത്തള്ളി വിട്ടത്. ഞാനും പ്രാക്ടീസ് കാണാൻ പോയിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് അമ്മായിമ്മ ഡാൻസ് ചെയ്യുന്നത്. അവസാനം ആ പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴില്ലേ എല്ലാവരും കുറേയധികം ആളുകൾ വന്നിട്ട് അമ്മായിമ്മയെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. പുള്ളിക്കാരിക്ക് സന്തോഷമായി. അപ്പോഴുണ്ട് ഒരാൾ വന്ന് അമ്മായിമ്മയെ തട്ടി വിളിച്ചു. അമ്മായിമ്മ, എടാ നീ എവിടെയായിരുന്നു? വർഷങ്ങളായല്ലോ കണ്ടിട്ട്. സൂപ്പറാടി, നീ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കളിക്കുന്നുണ്ടല്ലോ, നീ ഒന്നും മറന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു. കുറേ നേരം സംസാരിച്ചു. അമ്മ വീട്ടിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നിൽക്കടി, എൻ്റെ സുഹൃത്തിനെ കണ്ടതാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസാരം. 1 മണിക്കൂർ വൈകിയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഞാൻ ചോദിച്ചു, സത്യം പറ, അതാരാ? എൻ്റെ കൂടെ പഠിച്ച ആളാണ്, ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിലും പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിഗ്രി 2ാം വർഷമായപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ കുറച്ച് നാളൊക്കെ കണ്ടിരുന്നു, പിന്നെ കണ്ടിട്ടേയില്ല, ഇപ്പോഴാണ് കാണുന്നത്. വലിയൊരു ഉദ്യോഗസ്ഥനാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരവും ചിരിയും കളിയൊക്കെ കണ്ടിട്ട് പണ്ട് പ്രേമത്തിലാണെന്ന് തോന്നല്ലോ, ഒന്ന് പോടി, എന്നാലും നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കറിയാൻ വയ്യാത്തതും. നിനക്ക് പ്രേമമൊന്നുമില്ലായിരുന്നോടി മോളെ? ഓ എൻ്റെ പൊന്നമ്മേ, എനിക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടുകാരെ ഭയങ്കര സ്ട്രിക്റ്റാ, അല്ലായിരുന്നെങ്കിൽ നീ പ്രേമിച്ചേനെ. പിന്നില്ലേ ഞാൻ പ്രേമിക്കും. അമ്മ പ്രേമിച്ചിട്ടില്ലേ? അതേടി, അവന് ഞാനും കൂടെ പ്രേമമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് വലിയ സൗന്ദര്യമുള്ളവളാണെന്ന് ഒരു ഭാവമുണ്ടായിരുന്നു. ഒത്തിരി ആമ്പിളര് പുറകെ വരുമ്പോഴേക്കും പെണ്ണുങ്ങൾ കിളക്കം കൂടുമല്ലോ. ഇവനാണെങ്കിൽ അന്ന് ഭയങ്കര സുന്ദരനാണ്. ഞാൻ പുറകെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് എന്നെ അങ്ങ് പ്രേമിക്കരുത്, എനിക്കിഷ്ടമല്ല, ഞാൻ വീട്ടുകാർ പറയുന്ന ആളെ മാത്രം കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ കാലം അങ്ങനെയല്ലേ മോളെ. പക്ഷേ അവൻ്റെ പുറകെ നടന്നു. ഒരു വട്ടം കോളേജിൽ വെച്ചാണ്, എൻ്റെ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറിലാണ്, അവിടെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന കണ്ടിട്ട് ഇവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ആരെങ്കിലും കാണുമെന്നോ ഞാൻ പേടിച്ച് കുതറി മാറി. അപ്പോൾ അവൻ പോപ്പോ അടിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. നീ എന്ത് തോന്നിയ സ്ഥലം കാണിച്ചത്? അനുവാദമില്ലാതെ ഒരാളോട് ഇങ്ങനെ പെരുമാറാൻ നിനക്ക് ഇവിടുന്ന് ധൈര്യം വന്നു. അപ്പോൾ അവൻ പറയുകയാണ്, സ്നേഹിക്കുന്ന പെണ്ണുങ്ങളോട് പിന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊക്കെ സാധാരണ സ്ത്രീകൾക്ക് ഇഷ്ടമാണെന്നും. ഞാനിപ്പോൾ ചോദിച്ചു, നീ കുറേ സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? അപ്പം നീ ശരിയല്ല, മേൽ എൻ്റെ അടുത്ത് നീ വരരുതെന്ന് പറഞ്ഞ് ഞാൻ പിണങ്ങി നടന്നു. അതിനിടയ്ക്ക് അവൻ എൻ്റെ പുറകെ വന്നെങ്കിലും ഞാൻ പിണക്കം ഭാവിച്ചു. അപ്പോൾ അമ്മയോട് അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ അമ്മ ഓക്കെ ആയിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ആഗ്രഹം ഉണ്ടായിരുന്നു. പെട്ടെന്നായി കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ ഞാനാണെങ്കിൽ അങ്ങ് സംഭ്രമമായി പോയി. പിന്നെ എന്ത് ചെയ്യാനാണ്, അങ്ങനെ പിണങ്ങി നടന്നു. അവനാണെന്നുണ്ടെങ്കിൽ അടുത്ത് വന്നപ്പോഴൊക്കെ ഞാൻ ഈ കഥ പറഞ്ഞിട്ട് അവനോട് വഴക്കുണ്ടാക്കി. അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും കാലം പോയി. ഇതിനിടയ്ക്ക് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ വെച്ചിട്ട് വീട്ടുകാർ നിർബന്ധിച്ച് എൻ്റെ കല്യാണം നടത്തി. എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡും നല്ല സൗന്ദര്യമുള്ള ആൾ, എന്നെ സ്നേഹിക്കുന്ന ആൾ. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ കല്യാണത്തിന് വിളിച്ചില്ലേ? ഞാൻ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞു, നിന്നെ വേറൊരുത്തൻ കല്യാണം കഴിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരില്ലെന്ന് പറഞ്ഞു. അവൻ വന്നതുമില്ല. പിന്നെ അവനെ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതോ വലിയ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടു. പിന്നെ കണ്ടിട്ടേയില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഞാനിപ്പോൾ അമ്മാമ്മയോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നതായിരുന്നു നല്ലത്. അതെന്താടി അങ്ങനെ പറഞ്ഞത്? എന്തൊരു സൗന്ദര്യം, എപ്പോഴും നല്ല സൂപ്പർ ഒരു മനുഷ്യൻ. പിന്നെ അമ്മയുടെ ഹസ്ബൻഡിന് അത്ര വലിയ സൗന്ദര്യമൊന്നും ഇല്ലായിരുന്നു, ഒരു ആവറേജ് മാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, ആവറേജ് ഒക്കെയാണ്, പക്ഷേ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ആവറേജ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. പിന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അസുഖം വന്ന് പെട്ടെന്ന് വിട്ടുപോയെന്നേ ഉള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയായിരുന്നു. ഇവൻ്റെ കാര്യം നമുക്കറിയില്ലല്ലോ. സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് മോളെ മറ്റു കാര്യങ്ങളിൽ പ്രതീക്ഷയരുത്. അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്നാ പറയുന്നത്. അതെന്താ അമ്മേ? നല്ല ഉരുണ്ട് മുഴുത്തിരിക്കുന്ന ചക്കയിൽ നല്ല ചുളയുണ്ടായാലെന്താ, പുളിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. നീ ആൾ കേമിയാണല്ലോടി.
ആഴ്ചയിൽ എൻ്റെ മോൻ പാഞ്ഞു വരികയാണ്. അവസാനം അവൻ മേലോട്ട് നോക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ മേലോട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് നല്ല വിശ്വാസമാണ്, എന്നെ വിശ്വാസമാണ്. അദ്ദേഹത്തോട് ഞാൻ നല്ല സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട്, അത് മതി. അമ്മ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. അയ്യോ, പറഞ്ഞപ്പോഴേക്കും അവക്കങ്ങ് ഒലിക്കുകയാണ് ഹസ്ബൻഡ്. എടീ, പെണ്ണുങ്ങളെല്ലാം കള്ളുകളാണ്. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് കുറച്ച് കളത്തിലൊക്കെ ഉണ്ട്, ഞാൻ പക്ഷേ കള്ളിയൊന്നുമല്ല. നിർത്തടി നിന്റെ കഥകളൊക്കെ, നീ ഇളകുകയാണല്ലോ. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിനക്കാണ് ഇളക്കം തോന്നുന്നു. എനിക്ക് അത്ര ഇളക്കമില്ല. അങ്ങേരെ എൻ്റെ പഴയ കാമുകനാണ്, അല്ലാതെ നിന്റെ പഴയ കാമുകനല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പം കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. അമ്മ ദേ ഇവിടെ ഹസ്ബൻഡ് ഇല്ലാതെ വിരഹ ദുഃഖത്തിൽ കഴിയുന്നു. എടി, അവൻ്റെ ഭാര്യ മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. കുട്ടികളൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ നല്ല നിലയിലാണ്. ആഹാ, അയ്യോ അമ്മേ, അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനല്ലേ. അമ്മയും ഇപ്പോൾ സിംഗിള്, അങ്ങേരും ഇപ്പോൾ സിംഗിള്. നിങ്ങൾക്ക് മിങ്കിളായിക്കൂടെ? ഒന്ന് പോവണേ, എവിടെ വെച്ച് മിങ്കിളാകാനാണ്? അമ്മേ, അമ്മ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കരുത്. അങ്ങേരെ നമ്പരൊക്കെ ഒന്ന് കണ്ടെത്തി വിളിക്ക്, സൗഹൃദം പുനരാരംഭിക്ക്, ഒരു പ്രശ്നമില്ല. എടി, നിനക്കറിയാമല്ലോ എൻ്റെ മോന് എന്നോട് നല്ല പൊസസീവ്നെസ് ഉണ്ട്. ഞാനാണെങ്കിൽ അവൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ആരുടെങ്കിലും ആണുങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അവൻ വന്ന് ഇടങ്കോലിടും. അവൻ ഇഷ്ടമല്ല, അവൻ രണ്ടാം വിവാഹത്തിന് സമ്മതിക്കുകയില്ല. അപ്പോൾ അമ്മയ്ക്ക് രണ്ടാം വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ കാണില്ലേ. പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ മോൻ്റെ ഇഷ്ടത്തിന് വിഘാതമായിട്ട് ഞാനൊന്നും ചെയ്യില്ല. അതിനമ്മ രണ്ടാം കല്യാണം കഴിക്കണമെന്ന് ആര് പറഞ്ഞു? അങ്ങനെ കാണുക, സംസാരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് ചെലവഴിക്കുക, തിരിച്ചു പോരുക. അല്ലാതെ കല്യാണം വെച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാമ്മേ? എന്താണ് നീ പറയുന്നത്? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അമ്മ വിചാരിച്ചാൽ നടക്കും, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മയുടെ പൊന്നാരമോൻ ആഴ്ചയിൽ ഒരിക്കൽ വരും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടി ഇരിക്കുമ്പോഴേക്കും. ഒത്തിരി ഗ്യാപ്പിട്ടല്ലേ അമ്മ വരുന്നതും? എനിക്ക് തന്നെ ബോറാണ്. വിശാലമായ മൈതാനം പോലെ ഈ വീട് ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ സ്പോർട്സോ ആർട്സോ ഗെയിംസോ എന്ത് വേണമെങ്കിലും ആകാമല്ലോ എന്ന് പറഞ്ഞു. എടി, നീ എന്നെ പരീക്ഷിക്കുകയാണോ അതോ എനിക്ക് കൂട്ടു നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞു, 100% അമ്മയ്ക്ക് കൂട്ടു നിൽക്കുകയാണ്. നിനക്ക് ഇതിലെന്താ ലക്ഷ്യം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ സ്വതന്ത്രമായ ഒരു മനുഷ്യന് അമ്മയും സ്വതന്ത്ര, പിന്നെ ഞാനും ഇടയ്ക്കൊക്കെ സ്വതന്ത്ര. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അങ്ങനെ വിളിക്കൂ. ചിലപ്പോൾ അമ്മയ്ക്ക് കോൺഫിഡൻസ് കാണില്ല. അങ്ങേർക്ക് ഈ പറഞ്ഞതുപോലെ നല്ല സൗന്ദര്യമുള്ള കൊച്ചു പെമ്പിളരെ ആയിരിക്കും താല്പര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ ഇളകിത്തുള്ളി. ആര് പറഞ്ഞടി? അവൻ എന്നോട് ഇപ്പോഴും നല്ല സ്നേഹമാണ്. അവനാണെങ്കിൽ എന്നെ കിട്ടാക്കനി പോലെ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ എന്തിനാ അത്ര മസിൽ പിടിക്കുന്നത്? വിളിക്കൂ, എടുത്ത് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, എനിക്കറിയാം, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അവൻ്റെ നമ്പർ അറിയാം, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തപ്പിപ്പിടിച്ച് വിളിച്ചു. അങ്ങേർക്കാണെങ്കിൽ പെരുത്ത സന്തോഷം. കാര്യം, ആരുമില്ലാതെ പുള്ളിയും എൻ്റർടൈൻ മേഖലകളിലേക്ക് കടക്കാതെ വെറുതെ ഇരിക്കുകയല്ലേ. പുള്ളി ഓടിപ്പാഞ്ഞു വന്നു. അപ്പോൾ അമ്മായിയമ്മ കുളിമുറിയിലായിരുന്നു. ഞാനാണ് പുള്ളിയെ സ്വീകരിച്ച് നല്ല ചായയും ടീ ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തത്. പുള്ളി എന്നോട് ചോദിച്ചു, മോൾക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? ഇതൊന്നും ഇവിടുത്തെ എൻ്റെ ഭർത്താവ് അമ്മയുടെ മോൻ അറിയായിരുന്നാൽ മതി, ബാക്കി എല്ലാം സേഫ്, ഒരു പ്രശ്നമില്ലെന്നേ. ഞാൻ അമ്മയ്ക്ക് 100% പിന്തുണയാണെന്ന് പറഞ്ഞു. ഇങ്ങനെയും അമ്മായിമ്മയും മരുമകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയും വേണ്ടേ ജീവിക്കാൻ? മനുഷ്യർക്ക് 100 കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ചിരിച്ചു. മോൾക്ക് ഒരു ഷെയ്ക്കാൻ ഞാൻ തരട്ടെ എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് ഷെയ്ക്കാൻ തന്നു. എന്തായാലും ഉശിരുള്ള ഒരു കൈ തന്നെ. പ്രതീക്ഷിച്ചതുപോലെ അഴകുള്ള ചക്കയിൽ ചുളയുണ്ടെങ്കിൽ ഉശിരുണ്ടെങ്കിൽ അമ്മായിമ്മ പറയും. എന്തായാലും അന്ന് 2 മണിക്കൂറായിരുന്നു ആ സംഗമരാഗങ്ങൾ മീട്ടിക്കൊണ്ടിരുന്നതും. 2 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി സന്തോഷവനായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മായിമ്മയോട് ചോദിച്ചു, അമ്മേ, പ്രതീക്ഷകൾ തകർന്നോ? കോട്ടകൊത്തളങ്ങൾ തകർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, തകർന്നു, പക്ഷേ മധുരമായൊരു തകർച്ചയായിരുന്നു മോളെ. പണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞത് പിൻവലിച്ചു. അന്ന് അവനെ കെട്ടാഞ്ഞത് ഒരു വല്ലാത്ത കഷ്ടമായി പോയി. വൈകി വന്ന വസന്തം എനിക്ക് കിട്ടിയല്ലോ മോളെ എന്ന് പറഞ്ഞ് അമ്മായിമ്മ വർണ്ണിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ, അമ്മയുടെ ഭാഗ്യം, നീയും എൻ്റെ ഭാഗ്യമാടി. നീ എനിക്ക് ഒരു സപ്പോർട്ടാണല്ലോ. എൻ്റെ മനസ്സ് നീ മനസ്സിലാക്കിയല്ലോ. സാധാരണ ഒരു മരുമകളായിരുന്നെങ്കിൽ ഇവിടെ വഴക്ക് നടന്നേനെയും. എന്ത് വഴക്കുണ്ടാക്കാനാ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഓരോ തവണയും വരുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറായി. ചിലപ്പോൾ ഇവിടെ അങ്ങ് താമസിക്കാൻ തുടങ്ങി. എല്ലാം ഞാനും മാനേജ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ ഉത്തരവാദിത്തം വന്നു. 2 ആഴ്ച, ചിലപ്പോൾ 3 ആഴ്ചയായി. കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. എന്ത് കണ്ണാണോ വേറെന്തെങ്കിലും ആണോ എന്ന് എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾക്കും
കാത്തിരുന്ന് കണ്ണ് കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് കഴിപ്പിൻ്റെ കാര്യം അമ്മായിമ്മയോട് പറഞ്ഞു. എടി, നീ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു. നിനക്ക് അത്യാവശ്യ സർവീസുകൾ ആവശ്യമുണ്ടത്രേ അല്ലേ? ഞാൻ പറഞ്ഞു, അമ്മേ ഞാനത് പറഞ്ഞ് തെറ്റാണോ? അമ്മായിമ്മ പറഞ്ഞു, ഒരു തെറ്റുമല്ല, എന്തായാലും അവനെൻ്റെ ഭർത്താവൊന്നുമല്ല. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർ അടുക്കുന്നില്ല. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്ക് ഒരു വല്ലായ്മ. അമ്മ പറഞ്ഞു, എടി എനിക്ക് സംശയമുണ്ട്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന്. നോക്കിയപ്പോൾ അമ്മയും എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതാ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ഷോ, ഇനി എന്ത് ചെയ്യും? ഡോക്ടറെ കാണിച്ചു. ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് ഡോക്ടറുടെ കാരുണ്യത്താൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയെടുത്തു. പക്ഷേ അമ്മായിമ്മയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് വല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു. അതോടുകൂടി ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസായി. എന്തായാലും 1-1.5 മാസമെങ്കിലും റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അമ്മായിമ്മ റെസ്റ്റിലായി. പക്ഷേ പുള്ളിയിടയ്ക്ക് കാണാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ. അമ്മായിമ്മ റെസ്റ്റിലാണല്ലോ, എന്ത് ചെയ്യും? എടാ, ഞാനിനി വിശ്രമത്തിലായിരിക്കും. എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനുവർത്തിക്കും. അതിനിടയ്ക്ക് കുരുത്തക്കേട് കാണിക്കാൻ എനിക്ക് വയ്യ. ഒരു കാര്യം ചെയ്യേ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ, അപ്പം നിനക്ക് വലിയ മസിൽ പിടുത്തമായിരുന്നല്ലോ. ഇവിടെ നോമ്പ് നോറ്റി കാത്തിരിക്കുന്ന ഒരാറ്റക്കുരുവിയെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് പുച്ഛമായിരുന്നല്ലോ. നിനക്ക് ആറ്റക്കുരുവിയെ ഒന്ന് പറപ്പിക്കാമോടാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പുള്ളി ഇത്തിരി ഒന്ന് അയഞ്ഞു. മുട്ടാൻ വന്ന മുരട്ട് കാള അവിടെ മുന്നോട്ട് പാഞ്ഞു. പിന്നെ എന്തു ചെയ്യാനാണ്? ഞാനും അദ്ദേഹത്തെ കടക്കണ്ണുകൊണ്ട് കടാക്ഷിച്ചു. താളവും മേളവും പാട്ടും കൂത്തും ഇത്രയും നാളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാടിനാഘോഷമായി താളവും മേളവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. കാര്യം എൻ്റെ ജീവിതത്തിലും അനുഭവങ്ങളുടെ വ്യത്യസ്തത തന്നത് പുള്ളിയാണ്. ആദ്യ ദിവസം മാത്രമേ ഉള്ളൂ പുള്ളിക്കും ഒരു ചെറിയ പ്രശ്നം. പിന്നീട് ഞങ്ങളും നല്ല കൂട്ടായി. പക്ഷേ ആ ഒരു ഗ്യാപ്പില്ലേ, അമ്മായിമ്മയുടെ വിശ്രമ ഗ്യാപ്പ്, ആ സമയത്ത് ഒരു ദിവസം പോലും പുള്ളി വരാതിരുന്നില്ല. ഇടയ്ക്ക് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും 5-6 ദിവസം അമ്മായിമ്മ തന്നെ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, ഞാൻ പറയാം ഏത് ദിവസം വരണമെന്ന്. എന്നാലും ഹസ്ബൻഡ് പോയതിൻ്റെ പിറ്റേ ദിവസം പുള്ളി വന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഒത്തിരി സ്ട്രോങ് ആയി. അമ്മായിമ്മയ്ക്ക് അതിലൊരു പ്രശ്നവുമില്ല. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് വല്ലപ്പോഴും ഒന്ന് വന്നു. എന്തായാലും കൊള്ളാം മാഡം. അത് അനുസ്യൂതം തുടർന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും എല്ലാ കാര്യങ്ങളും ക്ലിയറായി. ആലസ്യം നോക്കിയപ്പോൾ എനിക്കിവിടെ വിശേഷം. ഹസ്ബൻഡ് ഓടിപ്പാഞ്ഞെത്തി. പക്ഷേ എനിക്ക് കാരണങ്ങൾ ഓർത്ത് വല്ലാത്ത സങ്കടം. അവിടുന്നാണോ ഈ ഗുണമുണ്ടായത്, ഇവിടുന്നാണോ ഈ ഗുണമുണ്ടായതെന്ന് അറിയില്ല. ഒന്നും പറയാൻ പറ്റില്ല. അമ്മാമ്മ പറഞ്ഞു, ഓ എൻ്റെ മോൻ്റെ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവൻ അത്ര യോശിരില്ല മോളെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എടി എനിക്കാണെങ്കിൽ പണ്ടെല്ലാം സ്റ്റോപ്പ് ചെയ്താണ്, എനിക്ക് പോലും ഇങ്ങനെ വന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എൻ്റെ കാര്യം കോംപ്ലിക്കേറ്റഡ് ആയി. ഇപ്പോൾ ഇനി റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉഷാറാകട്ടെ. ഇനി എനിക്ക് അബദ്ധം പറ്റില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അതിനിനി അത് എന്നെപ്പോലെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ആരോഗ്യം കേടാക്കാനോ അല്ലെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാനും പോണ്ട. നിൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കാരണമെന്നങ്ങ് വിചാരിച്ചാൽ മതി. അതൊന്നും അല്ലെന്ന് നമുക്കറിയാമെങ്കിലും ഏതെങ്കിലും കാരണമായിക്കോട്ടെ. ഇത് കിട്ടിയത് ഒരു സ്വത്താണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരുടെ സന്തോഷം നമ്മൾ എന്തിനാണ് നശിപ്പിക്കുന്നത്? ആരോഗ്യം നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് പേടിയുണ്ട്. അങ്ങയുടെ മുഖഛായ അത്യന്തം വ്യത്യസ്തമാണ്. ഇനി ഡെലിവറിക്ക് ശേഷം അതെങ്ങാനും പ്രശ്നമാകുമോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓ, ഇതൊന്നും വലിയ കാര്യമില്ല, കാര്യമായിട്ട് എടുക്കേണ്ടതാണ് അമ്മായിമ്മ പറഞ്ഞത്. അമ്മായിമ്മ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. പുള്ളിക്കാരിക്ക് രംഗത്തേക്ക് ഇറങ്ങണം. ഇനിയിപ്പോൾ എന്തായാലും പണ്ടത്തെ ഓപ്പറേഷനൊക്കെ പരാജയപ്പെട്ടതല്ലേ. ഇനിയിപ്പോൾ അമ്മായിമ്മ ഏത് മാർഗം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് മാഡം എന്നാണ് ഒരു ചോദ്യം. പണ്ട് ചെയ്ത സർജറി എങ്ങനെയാണ് പരാജയപ്പെട്ടത് എന്ന് വേറൊരു ചോദ്യം. പണ്ടത്തെ ഒരു ടെക്നിക്കുണ്ട് സർജറി ചെയ്തതിൻ്റെ ടെക്നിക്ക്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കൂടിച്ചേർന്നാണ്. ട്യൂബ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ സർജറി ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിരുന്നത് ഓൾഡ് ടെക്നിക്കിലായിരുന്നു. അത് ചിലപ്പം പെട്ടെന്ന് കൂടിച്ചേരാനുള്ള ഒരു സാധ്യത ചില ആൾക്കാരിൽ ഉണ്ടായിരുന്നു. ഇപ്പം അത്രയും വലിയ പ്രശ്നമില്ലെങ്കിൽ കൂടി ഉണ്ട്. എന്നാലും പരാജയ സാധ്യത സർജറിയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മായിമ്മയ്ക്ക് എങ്ങനെയാണ് ഇനി അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അതിന് ഇപ്പോഴത്തെ കാലത്ത് ലേറ്റസ്റ്റ് ആയിട്ട് സ്കിന്നിനിടയിൽ സ്ഥാപിക്കുന്ന ഇംപ്ലാന്റുകളുണ്ട്, ഹോർമോണൽ ഇംപ്ലാന്റുകൾ. അതിപ്പം കുറേ കാലയളവിലേക്ക് അത് പ്രവർത്തിക്കും. അങ്ങനെ ആകുമ്പോഴേക്കും അബദ്ധങ്ങളൊന്നും സംഭവിക്കില്ല. അതൊക്കെ നോക്കാം. അതാകുമ്പോഴത്തേനും ഗുളിക അകത്തേക്ക് കഴിക്കേണ്ട, മറ്റകത്തേക്കുള്ള കാര്യങ്ങളൊന്നും വേണ്ട, സേഫാണ്. അങ്ങനെയൊക്കെയുള്ള അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഡോക്ടറോട് ചർച്ച ചെയ്തിട്ട് അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. പിന്നെ ബാക്കി നിങ്ങളുടെ ഭയം, അതിപ്പം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയം കാണും, അത് നിങ്ങൾ മാനേജ് ചെയ്യുക തന്നെ
വേണം. അതിൽ നമുക്കൊരിക്കലും അനുകൂലിക്കാനോ അല്ലെങ്കിൽ വേറൊന്നും പറ്റില്ല. അതെങ്ങനെയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയാത്ത സമയത്ത് നമുക്കെന്താണെന്ന് അറിയില്ല. കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും അതിൽ വരുന്ന റിസ്കുകൾ നിങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല.